ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കൈഫൽ ഹാൽ? നമ്മൾ എന്താണ് ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്? താൽ എന്ന പാഠത്തിലെ താൽ എന്ന പാഠം വരെ നമ്മൾ പഠിച്ചെത്തിയല്ലേ? അവിടെ അസദിൻ്റെയും ഹറൂഫിൻ്റെയും കഥയാണല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അവർ രണ്ടുപേരും കൂടെ ഹറൂഫിൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ആ സമയത്ത് ഹറൂഫിന് ദാഹിച്ചപ്പോൾ അവരൊരു കുളം തേടി നടന്നു. പോകുന്ന വഴിയരികിൽ ഒരു കുളം കണ്ടു. അവിടെ നിന്ന് വെള്ളവും കുടിച്ചിരിക്കുമ്പോഴാണ് മരക്കൊമ്പിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. ആരായിരുന്നു മരക്കൊമ്പിൽ? മരക്കൊമ്പിൽ ഒരു ബുൽബുൽ അല്ലേ? ഇനി ഈ അക്ഷരങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാലോ. ബ ഫതഹ ബ, ബ കെസ്റ ബി, ബ ലൊമ്മ ബു. ഇനി നമുക്ക് ഒരുമിച്ച് അതിന് താഴെയുള്ള കവിതയൊന്ന് പാടി നോക്കിയാലോ. എൻ്റെ കൂടെ പാടിക്കേ. ബൈത്തി ബൈത്തി അസ്കുനു ഫീഹി, ബൈത്തി ബൈത്തി അൽഅബു ഫീഹി. ബൈത്ത് എന്ന് വെച്ചാൽ എന്താണ്? ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ബൈത്തുൻ വീട്, ബൈത്തി എൻ്റെ വീട്, അസ്കുനു ഫീഹി ഞാൻ അതിൽ താമസിക്കുന്നു, ബൈത്തി എൻ്റെ വീട്, അൽഅബു ഫീഹി ഞാൻ അവിടെ കളിക്കുന്നു. നമ്മൾ വീട്ടിലെ മുറ്റത്താണല്ലേ കളിക്കാറ്. നമുക്ക് ഈ അക്ഷരങ്ങളൊക്കെ ഒന്ന് വായിച്ചു പഠിച്ചാലോ. അലിഫ് അംസ ഫതഹ ആ, അലിഫ് അംസ കെസ്റ ഇ, അലിഫ് അംസ ദൊമ്മ ഉ. ഇനി ബ ഫതഹ വന്നാൽ എന്തായിരിക്കും സൗണ്ട്? ബ. ബാക്ക് കെസ്റ കൊടുത്താലോ? ബി. ബാക്ക് ദൊമ്മ കൊടുത്താലോ? ബു. ഓരോ അക്ഷരത്തിനും നമ്മൾ ഫതഹ കെസ്റ ദൊമ്മ കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. ഫതഹയുടെ സൗണ്ട് എന്താണ്? ആ. കെസ്റയുടേതോ? ഇ. ലൊമ്മയുടേത് ഉ. ഇനി ഇതെങ്ങനെ വായിക്കാം? ബ ഫതഹയുടെ കൂടെ അലിഫ് വന്നു, അപ്പോൾ നമുക്ക് എങ്ങനെ വായിക്കാം? ബാ. ഇനിയോ ബ കെസ്റയുടെ കൂടെ യാ വന്നാൽ നമ്മൾ എന്ത് വായിക്കും? ബി. ഇനി ബ ലൊമ്മയുടെ കൂടെ വാ വന്നാലോ? ബൂ. ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. ബ ഫതഹയുടെ കൂടെ അലിഫ് വന്നാൽ ബാ, ബ കെസ്റയുടെ കൂടെ യാ വന്നാൽ ബി, ബ ലൊമ്മയുടെ കൂടെ വാവ് വന്നാൽ ബൂ എന്ന് വായിക്കും. എല്ലാ അക്ഷരത്തിനും നമ്മൾ ഇതുപോലെയാണ് വായിക്കുക. ഇനി ഇതൊന്ന് വായിച്ചു നോക്കിക്കേ. ബ ഫതഹ ബ, ബ കെസ്റ ബി, ബ ലൊമ്മ ബു, ബ സുക്കൂൻ ബ്. ഇനി അതേ ബാക്ക് മേലെ ബായുടെ കൂടെ അലിഫും മേലെ രണ്ട് ഫതഹയുടെ ലൈൻ കാണുന്നില്ലേ? അപ്പോൾ എങ്ങനെ വായിക്കാം? ബൻ. ഇനി ബായുടെ താഴെ നമ്മൾ ഒരു കെസ്റ ഇടുന്ന പകരം രണ്ട് ലൈൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വായിക്കാം? ബിൻ. ഇനി ബ ലൊമ്മ, ലൊമ്മയുടെ കൂടെ ഒരു കുഞ്ഞു വാവും കൂടി ഉണ്ട്. അപ്പോൾ എങ്ങനെ വായിക്കാം? ബുൻ. ഇനി നമുക്ക് ബാക്കി കഥ നോക്കിയാലോ. അങ്ങനെ വെള്ളം കുടിച്ചു കഴിഞ്ഞ് സിംഹവും ആട്ടിൻകുട്ടിയും കുരുവിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കുരുവി എവിടെയാണ് ഇരിക്കുന്നത്? ഷജറത്തിൽ റുമ്മാൻ, റുമ്മാൻ മരത്തിൻ്റെ മേലെയാണ് ഇരിക്കുന്നത്. റുമ്മാൻ എന്താണ്? റുമ്മാൻ എന്ന് വെച്ചാൽ അനാർ അല്ലെങ്കിൽ പോമഗ്രിനേറ്റ്. അപ്പോൾ അസദ് എന്താണ് ചോദിക്കുന്നത്? യാ ബുൽബുൽ ഹാത്തി റുമ്മാൻ, യാ ബുൽബുൽ കുരുവി എനിക്കൊരു റുമ്മാൻ തരൂ. റുമ്മാൻ മരത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു മരം കൂടെയുണ്ട്. ഏതാണത്? ആപ്പിൾ മരമാണ്. അപ്പോൾ അസദ് എന്താണ്, ഹറൂഫ് എന്താണ് ചോദിക്കുന്നത്? യാ ബുൽബുൽ ഹാത്തി തുഫാഹ്, കുരുവി എനിക്കൊരു ആപ്പിൾ തരൂ. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും, സിംഹത്തിന് റുമാനും ഹറൂഫിന് തുഫാഹും കിട്ടി. തുഫാഹ് എന്താണ്? ആപ്പിൾ. നല്ല പഴുത്ത ആപ്പിളാണ് ആ മരത്തിലുള്ളത്. ബുൽബുൽ ഹറൂഫിന് ആപ്പിളും നൽകി. ഇനി ചിത്രം നോക്കിക്കേ. എന്താണ് കാണുന്നത്? ആദ്യത്തേത് ഷജറത്താണല്ലേ. ഷജറത്ത് എന്ന് വെച്ചാൽ മരം. ഇനി തുഫാഹത്തിൻ്റെ ചിത്രം നോക്കിക്കേ. തുഫാഹുൻ ആപ്പിൾ. ഇനി റുമ്മാൻ നോക്കിക്കേ. റുമ്മാൻ പോമോഗ്രനേറ്റ് അല്ലെങ്കിൽ അനാർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രൂട്ട്സ് ഇഷ്ടമാണോ? നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അല്ലേ? എങ്കിലേ നല്ല ആരോഗ്യം ലഭിക്കൂ. എല്ലാവരും നല്ല പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. കേട്ടല്ലോ?
ഇനി ഈ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? നമ്മളിപ്പോൾ പഠിച്ച 2 ഫ്രൂട്ട്സ് ആണല്ലേ. ഇനി ആ പേരൊന്ന് നമുക്ക് ഒരുമിച്ച് വായിച്ചു നോക്കിയാലോ. ആദ്യത്തേത് എന്താണ്? റുമ്മാൻ. രണ്ടാമത്തേതോ? തുഫാഹ്. ഇനി നമുക്ക് ഇവരെ പറ്റിയുള്ളൊരു കവിത പഠിച്ചാലോ. തുഫാഹിനെ പറ്റിയും റുമ്മാനെ പറ്റിയും ഒരു കവിതയുണ്ട്. ഇനി നമുക്ക് ഈ കവിത ചൊല്ലി നോക്കിയാലോ. من أنا يا أحبابي من أنا يا أحبابي أنا تفاح يا أحبابي أنا تفاح. എന്താണ് പറയുന്നത്? തുഫാഹ് ചോദിക്കുകയാണ്, ഞാൻ ആരാണ്? അന തുഫാഹ്, ഞാൻ ആപ്പിളാണ്. ഇനി റുമ്മാൻ എന്താണ് പറയുന്നത്? من أنا يا أحبابي من أنا يا أحبابي أنا رمان يا أحبابي أنا رمان. റുമ്മാനും അതേപോലെ പറയുകയാണല്ലേ, നമ്മോട് ചോദിക്കുകയാണ്, ഞാൻ ആരാണ്. എന്നിട്ട് എന്താണ് പറയുന്നത്? ഞാൻ റുമ്മാനാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. ഇപ്പോൾ നമ്മൾ 2 ഫ്രൂട്ട്സിൻ്റെ പേര് പഠിച്ചല്ലേ, ഒന്നുകൂടി പറഞ്ഞേ. തുഫാഹുൻ റുമ്മാൻ. തുഫാഹ് ആപ്പിൾ, റുമ്മാൻ പോമഗ്രനേറ്റ്. ഇനി അസദ് എന്തായിരുന്നു ചോദിച്ചത്? അസദ് ബുൽബുലിനോട് ചോദിച്ചത് റുമ്മാനാണ്. ഖറൂഫ് എന്താണ് ബുൽബുലിനോട് ചോദിച്ചത്? പേര് പറഞ്ഞേ. തുഫാഹ്. ഖറൂഫ് ചോദിച്ചത് ആപ്പിളാണ്, അസദ് ചോദിച്ചത് റുമ്മാനാണ്. ഇനി നിങ്ങൾ ആരും ഫ്രൂട്ട്സിൻ്റെ പേര് മറക്കില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു വർക്ക് നോക്കിയാലോ. ഈ ചിത്രം നോക്കിയിട്ട് ഇതിൽ നിന്ന് റാ എന്ന അക്ഷരത്തിന് മഞ്ഞ കളർ കൊടുക്കാനാണ്. മഞ്ഞയ്ക്ക് നമ്മൾ എന്താണ് അറബിയിൽ പറയുക? അസ്ഫർ. അപ്പം എല്ലാവരും ഒന്ന് യെല്ലോ കളർ കൊടുത്തേ. ഇത്രയും റാ എന്ന അക്ഷരങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. അതിനൊക്കെ നിങ്ങളുടെ വർക്ക് ബുക്കിൽ യെല്ലോ കളർ കൊടുക്കണം. ഇനി ഇവിടെ ഏത് അക്ഷരമാണ് നമുക്ക് തന്നത്? റോ ആണല്ലേ. ഇനി എല്ലാവരും റോയുടെ മേലെ കൂടി എഴുതി വർക്കൊക്കെ ചെയ്തല്ലേ. ഇനി ഇവിടെ എന്താണ് നമ്മളോട് ചെയ്യാൻ പറയുന്നത്? നുലവിനുൽ ഹർഫി ത എന്ന അക്ഷരം മാത്രം കളർ കൊടുക്കുക. ഒന്ന് കൊടുത്തു നോക്കിക്കേ. താക്ക് മാത്രം കളർ കൊടുത്താൽ ഇങ്ങനെ ഉണ്ടാകും. ഇനി ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് ഇവിടെ തന്നത്? നമ്മളിപ്പോൾ പഠിച്ച 2 ഫ്രൂട്ട്സ് ആണ്, തുഫാഹുൻ റുമ്മാനുൻ. ഇനി ആ തുഫാഹിൻ്റെ താക്കും റുമ്മാൻ്റെ റാക്കും ഒന്ന് കളർ നൽകിയേ. 2 ഫ്രൂട്ട്സിൽ ഓരോ ഫ്രൂട്ടിന് വീതവും നമ്മൾ കളർ കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഉണ്ടാകും. ഇനി അടുത്ത വർക്ക് എന്താണ്? നുലവിനു ത എന്ന ഹർഫ് ഇതിൽ കണ്ടെത്തി താക്ക് മാത്രം കളർ കൊടുത്താൽ നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ളൊരു വലിയ താ കിട്ടും. അതൊന്ന് എല്ലാവരും ചെയ്തു നോക്കിക്കേ. നിങ്ങളുടെ മാതാപിതാക്കളുടെ സഹായത്തോടെ ചെയ്തു നോക്കണം. ഇനി ഈ ചിത്രത്തിൽ എന്താണ് നൽകിയത്? ബൈത്തുൻ തുഫാഹുൻ. അതിൻ്റെ മേലെ കൂടെ എല്ലാവരും എഴുതണേ. ഈ ചിത്രത്തിൽ എന്താണ്? തമ്രുൻ. തമ്രുൻ എന്താണ്? കാരക്ക. നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമാണോ? സാധാരണയായി നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ സ്ഥിരമായി കഴിക്കുന്നതാണല്ലേ. അപ്പോൾ എന്താണ് അറബിയിൽ പറയുക? തമ്രുൻ. ആ താഴെ അടുത്തുള്ള താക്കൊന്ന് എല്ലാവരും കളറ് നൽകിയേ. ശേഷം നമുക്ക് ആ താഴെ കൊടുത്ത അക്ഷരങ്ങളൊന്ന് വായിച്ചു നോക്കിയാലോ. ത ഫത്ഹ ത കെസ്റ തി ത ളൊമ്മ തു. ഇനി എല്ലാവരും ഒന്നുകൂടി വായിച്ചു നോക്കിക്കേ. ഏതാണ് ഇവിടെ നൽകിയ അക്ഷരം? താ. ഇനി എന്താണ്? ഇവിടെയും വീണ്ടും റോ എന്ന ആൽഫബറ്റിന് കളർ നൽകാനാണ്. നിങ്ങളെല്ലാവരും നൽകിയ ചിത്രത്തിൽ റോക്ക് ഒന്ന് കളർ നൽകിയേ. ഇനി നമുക്ക് ഫത്ഹ കെസ്റ ദൊമ്മ എന്താണെന്ന് പഠിക്കാം. ഫത്ഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരക്ഷരത്തിന് മേലെ നമ്മൾ വരയ്ക്കുന്ന കുഞ്ഞു ചെറിയ ലൈനാണ് ഫത്ഹ. ഇനി ഒരു ആൽഫബറ്റിൻ്റെ താഴെ നമ്മൾ നൽകുന്ന കുഞ്ഞു ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കെസ്റ. അപ്പോൾ അതിൻ്റെ സൗണ്ട് എന്തായിരിക്കും? ഇ.
ഇനി ഒരു ആൽഫബറ്റിൻ്റെ മേലെ നമ്മൾ കുഞ്ഞു വാവ് ഇടുന്നതിനെ വിളിക്കുന്ന പേരാണ് ലൊമ്മ. ലൊമ്മയുടെ സൗണ്ട് എന്താണ്? ഉ. അപ്പോൾ ഫത്തഹയുടെ സൗണ്ട് ആ, കെസ്റയുടെ സൗണ്ട് ഈ, ലൊമ്മയുടെ സൗണ്ട് ഉ. ഇനി ഇവിടെ അലിഫ് അംസയ്ക്ക് നമ്മൾ ഫത്തഹ കൊടുത്തു. അപ്പോൾ എങ്ങനെ വായിക്കാം? ആ. ഇനി അലിഫ് അംസയുടെ താഴെ കെസ്റ കൊടുത്തു. അപ്പോൾ എങ്ങനെ വായിക്കാം? ഇ. ഇനി അലിഫ് അംസ ലൊമ്മ. അപ്പോൾ എങ്ങനെ വായിക്കാം? ഉ. ഇനിയിപ്പം നമ്മൾ പഠിച്ചത് വെച്ച് ഇതൊന്ന് കംപ്ലീറ്റ് ആക്കി നോക്കിക്കേ. ബ, അടുത്തത് ബി, പിന്നെ ബു. ഇനി രണ്ടാമത്തതിൽ ഏതാ തന്നത്? ത. മൂന്നാമത്തതോ? റു. ഇനി ആ ചുറ്റുമുള്ള കോളങ്ങളൊന്ന് കംപ്ലീറ്റ് ആക്കി നോക്കിക്കേ. ഇപ്പം നമ്മൾ പഠിച്ചതേ ഉള്ളൂ. ബ ഫത്തഹ ബ. ഇനി കെസ്റ വരുമ്പോൾ ഏതാ സൗണ്ട്? ഈ. ലൊമ്മ വരുമ്പോൾ ഉ. അത് പ്രകാരം എല്ലാവരും ഒന്ന് എഴുതി നോക്കിക്കേ. എല്ലാവരും എഴുതി നോക്കിയോ? ഇനി നമുക്കിതിൻ്റെ ശരിയുത്തരം ഒന്ന് ചെക്ക് ചെയ്താലോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോടോ അധ്യാപകരോടോ ചോദിക്കണം. ഇവിടെ ആ, ഈ, ഉ. ഇനി ബാക്കി ഭാഗങ്ങൾ എങ്ങനെ വരും? ഒന്ന് നോക്കിയാലോ? ഫത്തഹയുടെ സൗണ്ട് ആ, കെസറയുടെ സൗണ്ട് ഈ, ലൊമ്മയുടെ സൗണ്ട് ഉ. അത് വെച്ച് എഴുതുമ്പോൾ എങ്ങനെ ഉണ്ടാകും? ബ, ബി, ബു, ത, തി, തു, റോ, റി, റു. ഓരോ ആൽഫബറ്റിനും നമ്മൾ ഫത്തഹ, കെസറ, ലൊമ്മ നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ച് അതിൻ്റെ ശബ്ദത്തിലും വ്യത്യാസം വരും. നമ്മൾ ഈ നൽകുന്ന ഫത്തഹ, കെസറ, ലൊമ്മയാണ് ഓരോ അക്ഷരത്തിനും അതിൻ്റെ ശബ്ദം നൽകുന്നത്. മനസ്സിലായോ? നമുക്കിങ്ങനെ വ്യത്യസ്തമായി വായിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അതിന് കൃത്യമായി ഫത്തഹയും കെസ്റയും ലൊമ്മയും കൊടുക്കുന്നത് കൊണ്ടാണ്. ഫത്തഹയും കെസ്റയും ലൊമ്മയും ഒന്നും ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് ഒരു അക്ഷരം വായിക്കുക? അലിഫ്, ബ, ത, സ അങ്ങനെയാണല്ലേ. പക്ഷേ നമ്മൾ ഫത്തഹയോ കെസ്റയോ ലൊമ്മയോ നൽകുമ്പോൾ അതിന് പ്രത്യേക ശബ്ദം വരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും ഭാഗം മനസ്സിലായി കാണുമല്ലോ. ബാക്കി ഭാഗവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. മഅസ്സലാം.